രാഷ്ട്രീയത്തിൽ ചെറിയ പിഴവുകൾ പോലും വലിയ രാഷ്ട്രീയ ആയുധങ്ങളായി മാറുന്ന കാലമാണിത്. ഈ യാഥാർത്ഥ്യത്തിന് ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയും DMK നേതാവുമായ MK സ്റ്റാലിന്റെ നാവുപിഴ. വോട്ട് അധികാർ യാത്രയുടെ ഭാഗമായി ബീഹാറിൽ നടന്ന റാലിയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധിയെ രാജീവ് ഗാന്ധി എന്ന് അഭിസംബോധന ചെയ്തതാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക്, പ്രത്യേകിച്ച് BJPക്കും തമിഴ് സൂപ്പർ താരം വിജയുടെ TVK പാർട്ടിക്കും ആഘോഷിക്കാനുള്ള വക നൽകിയത്. ഒരു നിമിഷത്തെ നാവുപിഴയെ ഡിജിറ്റൽ എഡിറ്റിംഗ് ഉപയോഗിച്ച് തിരുത്താൻ DMK നടത്തിയ ശ്രമം BJPക്ക് കൂടുതൽ ആയുധം നൽകി. ഇത് കേവലം ഒരു തമാശയ്ക്കപ്പുറം പ്രതിപക്ഷ സഖ്യത്തിനെതിരെയുള്ള ആസൂത്രിതമായ രാഷ്ട്രീയ ആക്രമണമായി വളർന്നിരിക്കുകയാണ്. ബീഹാറിൽ കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണി സംഘടിപ്പിച്ച വോട്ട് അധികാർ റാലിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെയും മറ്റു പ്രമുഖ നേതാക്കളുടെയും പ്രസംഗം കേൾക്കാൻ തടിച്ചുകൂടിയത്. സഖ്യകക്ഷിയായ DMK പ്രതിനിധീകരിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും വേദിയിൽ ഉണ്ടായിരുന്നു. തന്റെ പ്രസംഗം ആരംഭിച്ച സ്റ്റാലിൻ സ്വാഭാവികമായും രാഹുൽ ഗാന്ധിയെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹം രാഹുൽ ഗാന്ധിക്ക് പകരം തന്റെ സഹോദരൻ രാജീവ് ഗാന്ധി എന്ന് പരാമർശിച്ചു. വേദിയിൽ ഉണ്ടായിരുന്നവർക്കും റാലിയിൽ പങ്കെടുത്തവർക്കും ഇതൊരു സാധാരണ നാവുപിഴയായി മാത്രമേ തോന്നിയുള്ളൂ. എന്നാൽ രാഷ്ട്രീയ എതിരാളികൾക്ക് അങ്ങനെയല്ലായിരുന്നു. റാലിയിലെ തത്സമയ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കാൻ തുടങ്ങി. അബദ്ധം മനസ്സിലാക്കിയ DMKയുടെ സാങ്കേതിക വിഭാഗം ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെട്ടു. റാലിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോയിലെ ആ ഭാഗം എഡിറ്റ് ചെയ്ത് രാജീവ് ഗാന്ധി എന്ന പരാമർശം മാറ്റി രാഹുൽ ഗാന്ധി എന്ന് കൂട്ടിച്ചേർത്തു. ഈ തിരുത്തിയ വീഡിയോ സ്റ്റാലിന്റെ യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.